ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വ്ളോഗെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ചേട്ടായിക്ക് ലീവുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഒന്ന് വെറുതെ ഇരുന്നപ്പോൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ച് കോളുംകുട്ടൻ മാവേനൊക്കെ പിടിച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. ഞങ്ങളുടെ അടുത്തല്ല, കുറച്ചങ്ങ് മാറി ഒരു 2-3 മണിക്കൂർ പോകണം. അങ്ങനെ അവിടേക്ക് അവിടെ വന്നപ്പോൾ അറിഞ്ഞത് അത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് മന്തൊക്കെ ഓപ്പൺ ആവുള്ളൂ. അവർ ആ പ്ലാന്റ്സിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴേ ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു വിഷമം വന്നു. എന്നാലും സാരമില്ല, വന്നതല്ലേ. അവിടെ ഇതൊരു പാർക്ക് പോലെയാണ്, ശരിക്കും ഒരു കാട് പോലെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങി ചുറ്റി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങളെന്നാൽ അങ്ങനെ പോന്നു. അപ്പം കോളുംകുട്ടൻ വെറുതെ ഇരുന്ന് മടുത്തിരിക്കുമല്ലേ, അങ്ങനെ അപ്പോൾ അവനൊരു സന്തോഷമാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ്. ഇത് ശരിക്കും കാമ്പിയൻ സെറ്റിന് വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. ആ സെക്ഷനിൽ അവർക്ക് പോയി കാമ്പിയൻ സെറ്റ് ചെയ്യാം. അതിനു വേണ്ടിയുള്ള ഇതൊക്കെ അവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ കുറേ പേര് അവിടെ വരുന്നുണ്ടായി, ക്യാരവാനായിട്ടൊക്കെ വരുന്നുണ്ടായി. അതുപോലെ കുറേ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നടക്കുമ്പോൾ കുറേ ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ കുറേ കാക്കയൊക്കെ പറക്കുന്നുണ്ടായി. ഞാനൊക്കെ നേരത്തെ വിചാരിച്ചിരുന്നത് കാനഡയിൽ കാക്കയുണ്ടോ എന്നൊക്കെ ഓർത്തിട്ടുണ്ട്. പക്ഷേ കുറേ കാക്കേനൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇതുപോലത്തെ യെല്ലോ കളർ ചെടികൾ കുറേ അവിടെ കാണുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ആ പച്ച ഇലയുടെ നടുക്കൂടെ ആ മഞ്ഞ ചെടികൾ വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്, അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ 2 സൈഡിലും നല്ല തടാകമുണ്ട് കാണാൻ. ആ തടാകത്തിൻ്റെ അകത്ത് കുറേ താറാവിനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കോളുംകുട്ടൻ അതിൻ്റെ കുറേ താറാവിൻ്റെ പുറകെയൊക്കെ ഓടുന്നുണ്ടായി. കുറേ താറാവുണ്ടായി അതിൻ്റെ അകത്ത് കേട്ടോ. അതുപോലെ തന്നെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് തന്നെ കുറേ ഹഡുകൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതൊക്കെ നെക്സ്റ്റ് മന്തൊക്കെ ഓപ്പൺ ആവുള്ളൂ. ഇപ്പോഴൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ പോയി നോക്കി, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മന്തൊക്കെ അതൊക്കെ ഓപ്പൺ ആവുള്ളായിരിക്കും തോന്നും. അതുപോലെ കണ്ടോ, ഇതുപോലെ നിറച്ചും ഇങ്ങനെ മഞ്ഞച്ചെടികൾ കാണുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം എന്തോ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു, പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. ഓൾഡൊന്നുമല്ല, പുതിയതായിട്ട് ഇവരിങ്ങനെ നടക്കാനുള്ള പാതയൊക്കെ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ ടാറിടാത്ത റോഡാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ പോലത്തെ ഈ ചെളിമണ്ണ് പോലത്തെ റോഡാണ്. പക്ഷേ നല്ല വൃത്തിയായിട്ട് അവർ ക്ലീനായിട്ട് അതൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു വേസ്റ്റ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ല. എല്ലാം നല്ല ക്ലീനായിട്ട് ചെയ്യുന്നു. ഞങ്ങൾ ആ ഹണ്ടിൻ്റെ അവിടെ നിന്ന് പോയി നോക്കിയപ്പോൾ എല്ലാം ക്ലോസ്ഡ് ആണ്, ഒന്നും ഓപ്പൺ ഒന്നും ആയിട്ടില്ല. നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേനും ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു. അതിൻ്റെ പുറത്തൊരു ചാരുകസേരയൊക്കെ, നമ്മുടെ നാട്ടിലെ പോലെ ഒരു ചാരുകസേരയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് അവർ മരങ്ങൾ വച്ചാൽ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഫുള്ള് മരങ്ങൾ, 3-4 ഹഡുകൾ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്നാട്ടോ കൊണ്ടുവരിക. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക. ഇവിടെ വന്നാൽ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ കിട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാ ഫുഡും ഞങ്ങൾ പുറത്തുനിന്നാണ് കൊണ്ടുവരിക. അത് നല്ലൊരു വാഷിംഗ് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കോളുംകുട്ടൻ പാർക്ക് കണ്ടപ്പോഴത്തേനും അങ്ങോട്ട് ഓടും. പക്ഷെ ഞങ്ങൾ അവനെ കളിപ്പിച്ചില്ല, ഡ്രസ്സ് ചീത്തയാണെന്ന് വിചാരിച്ച്. ഇന്നത്തെ